നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുണർതം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സാമാന്യ ഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ പുണർതം നക്ഷത്രം മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 12ലും ജന്മരാശിയിലുമായിട്ടാണ് ഈ വർഷം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഠിനമായിരിക്കും അവരുടെ അനുഭവങ്ങൾ. കാരണം വ്യാഴത്തിന് 12ാം ഭാവവും അതുപോലെ ജന്മഭാവത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരവും ഒട്ടും തന്നെ ഗുണകരമല്ല. ആത്മവിശ്വാസം കുറയാനും അതുപോലെ ജോലിസ്ഥലത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാനും പൊതുവെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ മനപ്രയാസങ്ങൾ പലതും ഉണ്ടാകാനും അത് കാരണമാകും. എതിർപ്പുകളെ പ്രതിരോധിക്കാനായിട്ട് പ്രയാസമായിരിക്കും. മിഥുനക്കൂറുകാരുടെ അനുഭവം നോക്കുമ്പോൾ വ്യാഴം ജന്മരാശിയിലും 2ാം ഭാവത്തിലും മാറി മാറിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ കൂടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതായത് പുണർതത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്ന സമയത്ത്, വ്യാഴം 2ാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്ത് കുറച്ച് ധനഭാഗ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ കർക്കിടകക്കൂറിൽ വരുന്ന പുണർതത്തിൻ്റെ അവസാന പാദത്തിൽ ജനിച്ച ആളുകൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ പലതും നേരിടേണ്ടി വന്നേക്കും. നേരത്തെ തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളും മിഥുനക്കൂറിൽപ്പെട്ട പുണർതം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. കർക്കിടകക്കൂറുകാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രയാസം എന്ന് പറയുന്നത് 10ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. കണ്ടക ശനിയാണ്. അതുകൊണ്ട് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. അതുപോലെ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതത്തിൻ്റെ അവസാന പാദത്തിൽ ജനിച്ചവർക്ക് 8ലാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, അകാരണമായ ഭയം തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മളൊരു ആദർശത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശക്തികൾ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ചെലവിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കാരണം അമിത ചെലവ്, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഒരുപാട് ചെലവ് വരിക, ശാരീരികമായ അസ്വസ്ഥത തനിക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കോ ഉണ്ടാകുന്നത് കൊണ്ട് പല ചെലവുകളും ഉണ്ടാകുക, ഇങ്ങനെ പല പ്രയാസങ്ങളും ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ വർഷം എല്ലാ പുണർതം നക്ഷത്രക്കാരും മുന്നോട്ട് പോകേണ്ടതാണ്.